ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കൃപാസനത്തിലേക്കാണ്. ഞാൻ അത്രയും വിഷമിച്ചിരുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുള്ളൂ. ഞാനിവിടെ എന്തെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയെല്ലാം എനിക്ക് നടത്തി തന്നിട്ടുള്ളത് എൻ്റെ മാതാവാണ്. അതുകൊണ്ട് എനിക്ക് 100% വിശ്വാസമുള്ള ഒരിടത്തേക്കാണ് ഞാൻ പോകുന്നത്. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനും ആര്യയും മമ്മിയും വിഷ്ണുവും നിയ ബേബിയും കൂടിയാണ് കേട്ടോ ഈ പ്രാവശ്യം പോയത്. അപ്പം നിയ ബേബി കാറിലുള്ള ടിഷ്യൂസ് എല്ലാം എടുത്ത് പുറത്തിട്ട് കളിക്കുമായിരുന്നു. അപ്പോൾ അവൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവൾ കരച്ചിലായിരിക്കും. അപ്പം അങ്ങനെ അവൾ കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാനും ആര്യയും കൂടി ജോയിൻ ചെയ്തു. ഇന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത്. നമ്മൾ എറണാകുളത്തു നിന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 1.5 അവർ എടുക്കും കൃപാസനം വരെ എത്താനായിട്ട്. ഞങ്ങൾ നോർമലി രാവിലെ 4 മണിയൊക്കെ ആകുമ്പോഴാണ് പോകുന്നത്. 7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തുന്ന രീതിയിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കൃപാസനം എത്തി. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു, സൺഡേ ആയിട്ട്. അപ്പോൾ ഉച്ചയ്ക്കും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറുവാണ്. ദേ ഗൈസ്, ഇതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ പാറു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി പ്രാർത്ഥിച്ചു. ഇതേ വിഷ്ണുവും അമ്മയൊക്കെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇത്തിരി നേരം കേട്ടു. അങ്ങനെ ഞാൻ അകത്ത് കയറി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത്. ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങും പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ലോക്കറ്റും അതുപോലെ തന്നെ കൊന്തയൊക്കെ വാങ്ങിച്ചു. അപ്പം ഞാൻ ഈ വീഡിയോ പുറത്തു നിന്നെടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ പോരുവാണ് വീട്ടിലേക്ക്. ഞങ്ങൾ പോരാൻ നേരത്തെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ ബൈ.